கொஞ்சம் பார்த்து விடு கொஞ்சம் பேசிவிடு என்று என் விழிகள் ஐயோ என திட்ட கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ சுட்ட என்னை தாக்கும் புயலே இரவோடு காயும் வெயிலே உன்னாலே உன்னாலே நூலெல்லாம் கதாடியானேனே அடிப்பெண்ணே அடிப்பெண்ணே நான் விழுந்தால் உன் பாதம் சேர்வேனே உன் விழிகளிலே நான் வாழ்கிறேன் பெண்ணே. അത് തീർത്തയല്ലേ? ഹേയ് തീർത്ത? ആര്യ, എന്നെ മനസ്സിലായോ? എന്ത് ചോദ്യം അടിയത്? നിന്നെങ്ങനെ മറക്കാൻ പറ്റുമോ? വാ ഇവിടെ ഇരിക്കേ. നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, എങ്ങനെയൊക്കെ പോകുന്നു. നിനക്കും? സുഖമായിട്ടിരിക്കുന്നേ. പിന്നെ എൻ്റെ കല്യാണമായിട്ടോ? അടുത്ത മാസമാണ്. ശരിക്കും? കൺഗ്രാറ്റ്സ്. ആരാള്? കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നിന്റെ പഴയ ആള് തന്നെയാണോ? ആടി, അത് തന്നെയാ. എൻ്റെ അമ്മോ, വീട്ടിൽ പറഞ്ഞ് എങ്ങനെ സെറ്റാക്കി? ഒന്നും പറയണ്ടടി, വൻ വിഷയമായിരുന്നു. അവൻ്റെ പേരും പറഞ്ഞ് എന്നെ കോളേജ് വരെ മാറ്റിച്ച ടീംസാ. അവസാന രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അവർ സമ്മതിച്ചു. എന്തായാലും നന്നായിടി. അവസാനം നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കാൻ പോവല്ലേ? മാം, ഈ ഓർഡർ? എനിക്ക് കോഫി. നിനക്കെന്താ വേണ്ടേ? എനിക്കും കോഫി മതി. ഓക്കെ, 2 കോഫി. ഓക്കെ മാം. അതെ, പുറത്ത് വെച്ച് കണ്ടപ്പോൾ വിളിച്ചാണെന്ന് നീ വിചാരിക്കരുത്. നീ ഉറപ്പായിട്ടും എൻ്റെ കല്യാണത്തിന് വരണം. നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ തീർച്ചയായും വന്നിരിക്കും. ഇനി നിന്റെ വിശേഷങ്ങൾ വരാം. അച്ഛനും അമ്മയൊക്കെ എന്തെടുക്കുന്നു? പിന്നെ നിന്റെ ഏട്ടൻ, ആളിപ്പോൾ എന്താ ചെയ്യുന്നേ? അച്ഛനും അമ്മക്കൊക്കെ സുഖമാടി. പിന്നെ ഏട്ടൻ ഞങ്ങളുടെ കൂടെ ഇല്ല, മുംബൈയിലാ. മുംബൈയിലോ? അതെപ്പോൾ പോയി? ഏട്ടനങ്ങനെ നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളല്ലേ? ഇതെന്ത് പറ്റി? സാഹചര്യം നമുക്കെതിരെ വന്നാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോടി. അത് ശരിയാ. പിന്നെ നിന്റെ ഏട്ടൻ്റെ മാരേജ് കഴിഞ്ഞായിരുന്നോ? ഇല്ലടി. കഴിഞ്ഞില്ലേ? അതെന്താടി? ആൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ? അതിപ്പോഴുണ്ടോ? അതൊക്കെ പോയടി. പോയോ? അതെന്ത് പറ്റി? അത് ഞാൻ പറയാം. കുറച്ചേരെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണെടുക്കടാ. നീയോ? ഞാൻ തന്നെ. നീ എന്താ അവർ ചായ കുടിക്കാൻ വിളിച്ചപ്പോ കൂടെ പോവാഞ്ഞേ? പിന്നെ മനുഷ്യൻ ഇവിടെ വർക്ക് പെൻഡിങ് കിടക്കുമ്പോഴാ ചായ കുടിക്കാൻ പോകാൻ പോകുന്നത്. അല്ലേ, നീ പറയണ കേട്ടാ തോന്നൂല എന്റെ വർക്ക് മുഴുവൻ അങ്ങ് തീർന്നിരിക്കണേണെന്ന്. അതെ, ഇത്രയോ ആത്മാർത്ഥത കാണിച്ച് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിനക്കങ്ങനെയൊക്കെ പറയാം. നീ ഇവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് ആയല്ലോ. നീ ഉടനെ പെർമനന്റ് ആവുമല്ലോ. ആദ്യം ആവട്ടെ, എന്നിട്ടല്ലേ ബാക്കി. നീ എന്തായാലും ഒരു പാർട്ടിക്കുള്ള കാശ് എന്തായാലും റെഡിയാക്കി വെച്ചോ. പാർട്ടിയൊക്കെ നടത്താൻ കുറെ ക്യാഷ് ആവില്ലേ? നിനക്ക് ഞാൻ ഫുഡ് വല്ലോ വാങ്ങിത്തരാം. അത് പോരെ? എന്റെ പൊന്നളിയ, ഈ കാര്യത്തിലെങ്കിലും നിന്റെ പിശുക്കൊന്ന് നിർത്ത്. സോ സോറിടാ. ഒരു മിഡിൽ ക്ലാസ് പയ്യന്റെ ബുദ്ധിമുട്ടൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതു തന്നെ സാറ് വിളിക്കുന്നു. വേഗം ചെല്ല. ഓൾ ദി ബെസ്റ്റ്. സൂരജ്, എനിക്ക് ടെൻഷൻ ആവുന്നടാ. പെർമനന്റ് ആയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ, പോസിറ്റീവായിട്ട് ചിന്തിക്ക്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ ചെന്നേ, പോയിട്ട് വാ. ശരി. മേ കമ്മിങ് സർ? ഇതു കം ഇരിക്കൂ. എന്താ സാർ എന്നെ വിളിപ്പിച്ചേ? പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതു, ഐ ആം സോ സോറി ടു സേ ദിസ്. തന്നെ പെർമനന്റ് സ്റ്റാഫാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. സാർ, അത് എടോ, തൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് മാനേജ്മെൻറ്റ് ഡിസിഷനാണ്.
തനിക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. പെട്ടെന്നൊരു ദിവസം വന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും സർ? തന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായതു, ബട്ട് തനിക്ക് ഈ കമ്പനി റൂൾസൊക്കെ അറിയാവുന്നതല്ലേ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തന്റെ പെർഫോമൻസ് വളരെ ബാഡാ. തനിക്ക് എന്താ പറ്റേ? സർ, അത് വീട്ടിലെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, മേ ബി അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റാഞ്ഞ്. എടോ, തന്നെ പോലെ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ചെയ്യുന്ന വർക്കിനെ അഫക്റ്റ് ചെയ്താൽ എങ്ങനെ ശരിയാവുക? സർ, എനിക്ക് ഒരു ചാൻസും കൂടി തരും. ഇന്നിങ്ങനെ ഉണ്ടാവില്ല. ഐ എം സോറി യദു. തൻ്റെ കാര്യം ഞാൻ അവരോട് സംസാരിച്ചതാ, ബട്ട് അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. സോ താനിങ്ങനെ വിഷമിക്കല്ലേ. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ റെഫർ ചെയ്യാം. എന്തായി പോയ കാര്യം? എന്താവാൻ? നാളെ തൊട്ട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് സ്കോർ വളരെ കുറവാണെന്ന് എന്നും പറഞ്ഞ് എന്തിനാടാ എന്നെ പിരിച്ചു വിടുന്നേ? ഷോ, നിനക്ക് ഒന്നുകൂടി ഒന്ന് സാറിനോട് സംസാരിച്ച് നോക്കായിരുന്നില്ലേ? ഞാൻ സംസാരിച്ചു. പുള്ളിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഷോ, ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല. ആകെയുള്ള എൻ്റെ പ്രതീക്ഷ ഈ ജോലിയായിരുന്നു. ഇപ്പം അതും പോയി. ഞാൻ ഇനി എന്ത് ചെയ്യൂടാ? നീ ഇങ്ങനെ വിഷമിക്കല്ലടാ. നിനക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അടുത്ത മാസം തന്നെ എത്ര ലോണിന്റെ അടവുകളുള്ളതെന്നറിയോ? ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? എടാ, നീ വിഷമിക്കല്ലേ. നമുക്ക് വേറെ വല്ല ജോലി നോക്കാം. എന്തു ജോലി? എവിടെ ചെന്നാലും എൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. എനിക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ ഒന്ന് കൂളാവിടാ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ ലൈഫ് മാത്രം എന്താടാ ഇങ്ങനെയായി പോയേ? എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും സെറ്റിലായി. ഞാൻ മാത്രം എങ്ങും എത്താതെ ഇങ്ങനെ. എല്ലാത്തിനും റൈറ്റ് ടൈം ഇല്ലടാ. ആ സമയം വരുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതിന് എപ്പ എൻ്റെ മുക്കി പല്ല് മുളക്കുമ്പോഴോ? ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിന്റെ തലമണ്ടലോട്ട് കയറില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരിയാ, നീ ഇപ്പം എന്തു പറഞ്ഞാലും എൻ്റെ തലയിലോട്ട് കയറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പോവാ. യദു, ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടിൽ പോവാ. ഞാൻ ആക്കിത്തരാടാ. വേണ്ട, ഞാൻ ബസ്സിന് വല്ലതും പൊയ്ക്കോളാം. നീ വന്നോ? ഇന്ന് നേരത്തെ ആണല്ലോ. ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പച്ചക്കറിയാ. അതെന്തായാലും നന്നായി. എല്ലാം തീർന്നിരിക്കുമായിരുന്നു. മോണിരിക്കെ, അമ്മ ചായ എടുക്കാം. എന്താണ് മുഖത്തൊരു വിഷമം? വിഷമൊന്നുമില്ല. നമുക്ക് തോന്നണാവോ? തോന്നലൊന്നുമല്ല, കാര്യമായിട്ട് എന്താ ഉണ്ട്. ഷെടാ, ഒന്നുമില്ലെന്നേ. അമ്മ ഇപ്പൊ ആ ചായ ഇങ്ങെടുത്തേ. എന്നാ ചായ കുടിക്കേ. അവള് വന്നിട്ടുണ്ട്. അവള് വന്നോ? അതെന്താ പറ്റി പെട്ടെന്നൊരു വരവ്? അത് അവളുടെ കോളേജിൽ നിന്ന് ടൂർ എന്തോ പോവാ അടുത്ത ആഴ്ച. ആണോ? അപ്പൊ അവള് പോകുന്നില്ലേ? പോണ കാര്യം പറയാൻ വേണ്ടിയിട്ടാ ആശാട്ടിങ്ങ വന്നേ. പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ലാതെ എങ്ങനെയാടാ അവളെ പറഞ്ഞു വിടുന്നേ? മാത്രല്ല 2-3 ദിവസത്തെ ട്രിപ്പ് എന്തോ ആണ്. ഏട്ടനാണെങ്കിൽ സാലറിയും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ വിഷമത്തിലാണ് കക്ഷി. അതെ. ഞാനെന്നാ അവളെ പോയിന്ന് കണ്ടിട്ട് വരാം. ചെല്ല്. ഓ, വന്നോ? ആ, വന്നു. എന്തേ, ഇഷ്ടായില്ലേ? എനിക്കെന്ത് ഇഷ്ടക്കേട്? എന്ത് പറ്റി? വിഷമത്തിലാണെന്ന് കേട്ടല്ലോ. ഓ, എനിക്കൊന്നും പറ്റിയില്ല. ചൂടാവാതെ കാര്യം പറയുന്നേ. അത് കോളേജിൽ നിന്ന് ട്രിപ്പ് പോവാ അടുത്ത ആഴ്ച. എല്ലാവരും പോകുന്നുണ്ട്. എനിക്ക് എന്താ ആഗ്രഹം ഉണ്ടെന്നറിയോ പോണോന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൊച്ചു പോണം. അതെങ്ങനെയാ? പോവാനായിട്ട് പൈസ വേണ്ടേ? അച്ഛനാണെങ്കിൽ സാലറിയും കിട്ടിയിട്ടില്ല. ഇയാൾക്ക് പോവാനുള്ള പൈസ ഞാൻ തന്നാലോ? അതൊന്നും വേണ്ട. ഇയാൾക്ക് ലോണൊക്കെ അടക്കാനുള്ളതല്ലേ. ഇയാള് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. തനിക്ക് പോണെന്നാണെങ്കിൽ ഞാൻ പൈസ തരാം. ശരിക്കും? ആടി. ഓ, താങ്ക് യു സോ മച്ച്. ഞാനെങ്കിൽ അവളെ മരം വെച്ച് പറയട്ടെ. ചെല്ല്.
ഹാ അച്ഛാ ആ നീ നേരത്തെ വന്നോ? എന്തായി വർക്കിന്റെ കാര്യം? എന്താവാൻ, ആ പ്രതീക്ഷയും പോയി. നാളെ തൊട്ട് വരണ്ടാന്ന് പറഞ്ഞു. സാരില്ല, പോട്ടെ. ഈ ലോകത്ത് ഈ ജോലി മാത്രമല്ലല്ലോ ഉള്ളത്, നമുക്ക് വേറെ നോക്കാം. പക്ഷേ അടുത്ത മാസം ഈ ലോണൊക്കെ അടക്കാനായിട്ട് അച്ഛൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് അതൊക്കെ ആ സമയമാകുമ്പോൾ നടന്ന് പൊക്കോളൂടാ. നീ ചുമ്മാ അതോർത്ത് വിഷമിക്കല്ലേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അച്ഛൻ എങ്ങനെയാ ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നേ? പിന്നെ അതോർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം മാറോ? ഇല്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കാൻ എൻ്റെ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പോടാ, നീ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. പിന്നെ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചുമ്മാ ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എനിക്ക് നാളെ നിന്നെ കണ്ടേ പറ്റൂ. കുറെ ദിവസമായി ഇങ്ങനെ. നീ എന്നെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഏട്ടാ താഴേക്ക് വായോ, അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ആ നീ പോയിക്കോ, ഞാൻ വന്നോളാം. ഓക്കെ. നീ ഓക്കെ ആയിട്ടിരിക്കും, നാളെ ഞാൻ കാണാൻ വരാം. നീ എന്താടാ എന്നോട് ഒന്നും മിണ്ടാത്തെ? എത്ര നേരമായി നമ്മളിവിടെ വന്നിട്ട്? ഞാൻ അങ്ങോട്ട് ഓരോന്നും ചോദിക്കുന്നല്ലാണ്ട് നീ എന്നോട് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നുണ്ടോ? ഞാൻ എന്താടി പറയണ്ടേ? എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീ ഇപ്പൊ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ എത്ര മാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ദേ നോക്കി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അച്ഛൻ്റെ അടുത്ത് നമ്മുടെ കാര്യം സംസാരിക്കാൻ പോകുമ്പോൾ നിനക്ക് പേരിനൊരു ജോലി, അത് മാത്രം മതി. നീ ഇപ്പൊ പറഞ്ഞല്ലോ പേരിനൊരു ജോലിന്ന്, അതിനെ കൊണ്ടു. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കടി. എത്ര വർഷമായി ഇങ്ങനെ? എവിടെയെങ്കിലും എനിക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എൻ്റെ ആ ജോലി പോവുകയും ചെയ്യും. ആകെയുള്ള പ്രതീക്ഷ ഇതായിരുന്നു, ഇപ്പം അതും പോയി. കാവ്യ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാം, നീ എന്നെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊയ്ക്കോ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലാതെ പിന്നെ നിനക്ക് ഇനി എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റുമോ? അതിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം പോട്ടെ, നീ ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങി വന്നെന്ന് വിചാരിച്ചോ, ഞാൻ നിന്നെ എങ്ങനെ നോക്കും? എനിക്കതിനൊരു ജോലിയുണ്ടോ? കാവ്യ, മനഃപൂർവ്വം അല്ലടി. ഒരു ഹോപ്പ് തരാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇത് നിന്റെ ലൈഫാ, നീ തീരുമാനിക്ക് എന്ത് വേണമെന്ന്. വീട്ടിൽ എനിക്കൊരു പ്രപ്പോസൽ വന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത്ര പെട്ടെന്നോ? നിനക്കറിയാത്ത കൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലടാ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാവ്യ, എൻ്റെ നശിച്ച ലൈഫിലേക്ക് നിന്നെ ഒരിക്കലും വലിച്ചിടേണ്ടിയിരുന്നില്ല എന്ന്. എന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമല്ലേ? ആണ്, പക്ഷെ അന്നൊക്കെ എൻ്റെ മുന്നിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നുടി. പക്ഷെ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള എല്ലാ വഴി അടഞ്ഞിരിക്കുക. നിന്നോട് എനിക്ക് എന്താ പറയണ്ടെന്നും കൂടി അറിയില്ലടി. ഇത് എങ്ങനെ നോക്കേ, നീ പറ, നിനക്ക് വേണ്ടി ഞാൻ ഇനിയും കാത്തിരിക്കണം? കാവ്യ, നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ടടി, എന്തിനാ അത് വെറുതെ എൻ്റെ കൂടെ വന്ന് കളയുന്നേ? മതി, ഇനിയൊന്നും പറയണ്ട. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് നല്ലൊരു ജോലി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. കാവ്യ, ഞാൻ പോവാ. ഈ പേരും പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. ഈ സമയത്ത് ഹലോ പറയടാ, എന്താളിയാ പരിപാടി? പരിപാടി നമ്മുടെ മറ്റേ അംബാനിയില്ലേ, പുള്ളിക്കാരൻ്റെ കൂടെ ഡിന്നറിന് പോകാൻ റെഡി ആവുക. എന്തേ, നീ വരുന്നോ? എന്തോന്ന്? ഞാൻ ഈ വീട്ടില് വെറുതെ ചൊറിയും കുത്തിരിക്കാൻ നിനക്കറിയാലോ, പിന്നെ എന്തിനിങ്ങനെ ചോദിക്കുന്നേ? ചളിയായിരുന്നോ? നീ കൂടുതൽ ഡയലോഗ് അടിക്കാണ്ട് വിളിച്ച കാര്യം എന്താന്ന് പറ. അതെ, നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല.
എന്തേ? എങ്ങനെ നാളെ മോർണിംഗ് ഒന്ന് ഇറങ്ങ്. കാര്യം എന്താ? അതെല്ലാം ഞാൻ പറയാം, നീ നാളെ ഇങ്ങ വാ. എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. ഒരു ഉടായ്പും ഇല്ല, നീ നാളെ ഇങ്ങ വാ, ഞാൻ നേരിട്ട് പറയാം. ശരി, എന്നാ ഗുഡ് നൈറ്റ്, നീ കിടന്നോ. ആടാ, ഗുഡ് നൈറ്റ്. കൊറേ നേരം ആയല്ല നീ എന്നോട് പിടിച്ചിരുത്തിയിട്ട്. കാര്യം എന്താന്ന് പറയടേ. അത് പിന്നെ അളിയ, നിനക്ക് ഞാനേ ഒരു ജോലി സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് ജോലി? ജോലി വളരെ സിമ്പിളാ. ഒരു ലേഡി, അവരെ നീ ഒന്ന് നോക്കണം. എന്ത്? ഓ ഈവൻ എടാ, എന്റെ അകന്ന ഒരു കസിന്റെ ഫ്രണ്ടാണ് ഈ പുള്ളിക്കാരത്തി. അവരാ വീട്ടിൽ ഒറ്റയ്ക്ക് എന്താണ് താമസിക്കുന്നത്. നീ ചെന്ന് അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ വെച്ചു കൊടുത്ത് എന്താ പറയാ, ഒരു കെയർ ടേക്കർ പോലെ അങ്ങ് നിൽക്കുക, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ വേലക്കാരൻ അല്ലേ? എടാ, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നടക്കില്ല മോനെ ഇത്. നീ വിളിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉടായ്പായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന്. മുന്നേ വന്ന മഹാലക്ഷ്മിനെ തട്ടിക്കളയല്ലേടാ. മാസം 30,000 രൂപ കിട്ടിയെന്താ നിനക്ക് പുളിക്കോ? മാസം 30,000 രൂപയോ? ആ, അതല്ലേ ഞാൻ പറഞ്ഞേ. ഈ നാട്ടില് 10,000 രൂപ കിടന്ന് പട്ടിപ്പണി എടുക്കണതിന് ഭേദമല്ലേ ഇത്. നീ പറഞ്ഞത് ശരിയാ. ഇതെവിടെ സ്ഥലം? അത് മുംബൈ. മുംബൈയോ? ഇത് ശരിയാവില്ല. നിനക്കറിയാലോ ഞാൻ എന്റെ വീട് വിട്ട് എങ്ങും നിക്കാൻ പോകില്ലാന്നു. അയ്യ, ഒരു കുണുവാ വന്നേക്കുന്ന്. പൊന്നു മോനെ യദു, നല്ലൊരു ചാൻസ് നീ വെറുതെ കളയല്ലേ. എടാ, അത് ശരിയാവില്ല. യദു, ചുമ്മാ ഓരോ റീസൺ പറഞ്ഞ് നീ ജോലി വേണ്ടെന്ന് വെക്കല്ലേ. മാസം 30,000 രൂപ കിട്ടും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യില്ലേ. എടാ, അതല്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. അതിങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നേ. അത് മാത്രാണോ? എനിക്ക് മര്യാദക്ക് ചായ പോലും ഇടാൻ അറിയില്ല. ഞാൻ എങ്ങനെയാടാ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഒരു പ്രശ്നാണോ? നീ യൂട്യൂബ് നോക്കി പഠിക്കേ. ഇത് വല്ലതും നടക്കൂ? നടക്കാതെ പിന്നെ നീ ഇവിടത്തെ വലിയ ഷെഫാന്നൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നേ. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? എനിക്ക് പേടിയാവുന്നേ. ഇത് വല്ല വിഷയാവോ? എന്ത് വിഷയം? ഞാൻ പറഞ്ഞില്ലേ, നീ യൂട്യൂബ് നോക്കി എങ്ങനെ ഫുഡ് വെക്കണം എന്നൊക്കെ പഠിച്ചിട്ട് പോയാ മതി. വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ വീട്ടിലെന്താ പറയാൻ പോകുന്നേ? സെർവന്റ് പണിക്കാണെന്ന് പറഞ്ഞ അവർ സമ്മതിക്കത്തൊന്നുമില്ല. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിറങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ എന്തായാലും പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. വന്ന് ഇതൊക്കെ നേരിട്ട് കാണേണ്ട അവസ്ഥയായല്ലോ എൻ്റെ ഈശ്വര. മനുഷ്യനിവിടെ പ്രേമവും പൊട്ടിയിരിക്കുമ്പോഴാണ് അവൻ്റെയൊക്കെ ഒരു ഒടുക്കത്തെ കിസടി. നീയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ എന്നെ പോലെ തന്നെ ആകൂടാ. അല്ല പിന്നെ അവൻ പറഞ്ഞ അഡ്രസ് വെച്ചിട്ട് വീടിത്താവാനാ ചാൻസ്. ഇതെന്ത് ഈശ്വര, സായിപ്പിന്റെ കൊട്ടാരോ? ഇതിന്റെ കോളിമ്പല്ലൊക്കെ എവിടെയാണോ? അച്ചോടാ, എന്ത് രസം കാണാൻ. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? ആരാ? തന്നോട് ചോദിച്ച കേട്ടില്ലേ താൻ ആരാണെന്ന്? ഞാൻ സൂരജ് പറഞ്ഞിട്ട് വന്ന വർക്കിന്. കേറി വാ. നിന്റെ പേരെന്താ? യദു. യദു. ആക്ച്വലി ഞാൻ ഒന്ന് പുറത്തു പോകാനിരിക്കുമായിരുന്നു, അപ്പോഴാണ് നീ വന്നേ. അയ്യോ, അതിനിപ്പോ എന്താ? മാഡം പുറത്തു വെക്കോ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. അല്ലെങ്കിലും നീ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഓ, അല്ല, മാഡത്തിന്റെ പേരെന്താ?
സാക്ഷി. ആഹാ, എന്റെ പേര് പോലെ തന്നെ നല്ല പേരാണല്ലോ. മാഡം എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുവാണോ? നിനക്ക് എന്തൊക്കെ അറിയണം? ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അതെ, അധികം ഓവർ സ്മാർട്ട് കളിക്കാൻ നിൽക്കണ്ട. അയ്യോ മാഡം, ഞാൻ ഓവർ സ്മാർട്ട് ആയതല്ല. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാ. എന്നാ ഇവിടെ അത് വേണ്ട. ഓ, അതിരിക്കട്ടെ, നിനക്ക് എന്തൊക്കെ ഫുഡ് വെക്കാൻ അറിയാം? എനിക്ക് സ്പാനിഷ്, ഇറ്റാലിയൻ, ചൈനീസ്, കൊറിയൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, മാഡത്തിന് ഏത് ടൈപ്പ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരും. ഇവിടെ നീ തൽക്കാലം മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതെന്താ, മനുഷ്യന്മാർ ഈ പറഞ്ഞ സാധനമൊന്നും കഴിക്കില്ലേ? വല്ലതും പറഞ്ഞോ? ഉണ്ടാക്കാന്ന് പറഞ്ഞതാ. ദാ അതാ കിച്ചൻ, അങ്ങോട്ട് പോയിക്കോ. അന്ന് കേറിയില്ല, അതിനു മുന്നേ പണിയെടുപ്പിക്കും പിശാശി. പോണില്ലേ? ആ, പോവാ. പോയാ? ഇതെന്താ സാധനം? എന്നാലും ഇതെന്ത് വലിയ വീടാ. ഈ വീട് കൊടുത്താൽ ഏകദേശം എത്ര രൂപ കിട്ടുമായിരിക്കും? എന്റെ സൂരജേ, നീ ഈ വീടൊന്ന് കാണണ്ടതാടാ. എന്നാ വലിയ വീടാന്നറിയോ? അവര് ഈ വീട്ടിൽ എങ്ങനെയൊക്കെ താമസിക്കുന്നാവോ? ആണോ? അത്രയ്ക്ക് വലിയ വീടാണോ? ആന്നേ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പിക്ക് അയച്ചു തരാം. ആടാ, നീ അയച്ചാ മതി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെങ്ങനെയുണ്ട്? എന്റെ പൊന്നു സൂരജെ, ഒരു മൊരട പെണ്ണുമ്പുള്ള. എനിക്കിഷ്ടപ്പെട്ടെന്നല്ല അവര്. എന്റെ മുഖത്ത് നോക്കി അവരൊന്ന് ചിരിച്ചു പോലും ഇല്ലടാ. ആണോ? നീ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് പ്രായമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്നാ. കൊച്ചു പെണ്ണാണോ? കാണാനൊക്കെ എങ്ങനെയുണ്ട്? ആ, കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്, പക്ഷെ സ്വഭാവം അതിൽ പോയി. നീ എന്തായാലും അവരെ മൈൻഡ് ചെയ്യണ്ട, സ്വന്തം കാര്യം നോക്കി നിന്നാ മതി. അതെന്തായാലും അത്രേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ടെൻഷനുണ്ട്, അത് ശരിയായിക്കോളൂ. ദേ, ചുമ്മാ ടെൻഷൻ അടിച്ച് ആർക്കും ഡൗട്ടൊന്നും കൊടുക്കല്ലേ. ഏയ്, എടാ, നീ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നോ? എവിടെ നിന്ന്? പഠിച്ചില്ലേ? നിന്നോട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞല്ലേ. എടാ, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, എനിക്ക് കുറച്ചും കൂടി സമയം വേണം. ഇനി നീ എന്ന് പഠിക്കാനാ? അതൊക്കെ പഠിക്കും, നീ ചുമ്മാ ടെൻഷൻ വെക്കല്ലേ. ഇന്നത്തെ ഫുഡ് അപ്പം എന്ത് ചെയ്യും? സ്വിഗ്ഗിന്ന് വല്ല ഓർഡർ ചെയ്യാം. സ്ഥിരം ആക്കല്ലേ? ഏയ് ഇല്ലടാ. സൂരജ്, ഞാനൊക്കെ നിന്നെ പിന്നെ വിളിക്കാം. ഒന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ, വന്നിട്ട് ഇതുവരെ വിളിച്ചില്ല. ആടാ, നീ എനിക്ക് ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ആടാ, ശരി എന്നാ. മാഡം വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഫുഡ് റെഡിയായോ? ആ, റെഡിയായി. ചപ്പാത്തി വെജ് കറി ഉണ്ടാക്കിയത്. മാഡം അത് കഴിക്കില്ലേ? അതെ, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. മാഡത്തിന് എന്നോട് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വന്നപ്പോൾ തൊട്ട് മാഡം എന്നോട് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതോ എന്നെ ഇഷ്ടമായില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ വാ, കഴിക്കാനെടുക്കാം. ഏതു, ഒരു മിനിറ്റ്. എന്താ? അത് എൻ്റെ ക്യാരക്ടർ നിനക്ക് ഇഷ്ടമായില്ലേ? ദൈവമേ, ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് തിരിച്ചു പൊക്കോളം പറഞ്ഞാലോ? മാഡം, ക്യാരക്ടർ ഇഷ്ടപ്പെടാകയൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്തോ ഫീൽ ചെയ്തു. മേ ബി എൻ്റെ തോന്നലായിരിക്കും. ശരി, നീ എന്നെ കഴിക്കാനെടുക്ക. എങ്ങനെയുണ്ട് മാഡം? കൊള്ളാമോ? കുഴപ്പമില്ല. വീട്ടിലുള്ള എല്ലാവരും പറയും എനിക്ക് എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയേക്കണേന്ന്. എൻ്റെ സ്വിഗ്ഗി ചേട്ടനില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ വല്ലതും കഴിച്ചോളാം. അത് വേണ്ട, നീ പിരിക്ക്, ഒരുമിച്ച് കഴിക്കാം. അയ്യോ മാഡം, അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം.
ഹലോ, ഏട്ടാ എന്തെടുക്കാ? ഞാൻ കഴിക്കുവാടി. നീ കഴിച്ചോ? ഞങ്ങളിന്ന് നേരത്തെ കഴിച്ചു. അച്ഛനും അമ്മ എന്തേ, കിടന്നോ? അവര് കിടന്നു. ഇന്നെന്റെ മോള് വിളിച്ചെന്റെ ഉദ്ദേശം പറ, എന്താ കാര്യം? അത് ഏട്ടന്റെ കയ്യില് ഒരു 200 രൂപ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരോ? നിനക്കെന്തിനാ ഇപ്പൊ 200 രൂപ? അത് നാളെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോകും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛനോട് ചോദിക്കാൻ എനിക്ക് മടിയാ. ഏട്ടന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? ശരി ശരി, ഞാൻ ഇട്ടേക്കാം. താങ്ക് യു, ലവ് യു ഉമ്മ. സിസ്റ്റർ ആണോ അത്? അതെ, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ അച്ഛനോട് ചോദിക്കാൻ വലിയ മടിയാ. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. സിസ്റ്റർ എന്താ ചെയ്യുന്നേ? അവള് പഠിക്കുക, ഡിഗ്രി 2nd ഇയർ. പേരെന്താ? ആരടാ, എന്റെയോ? അല്ല, സിസ്റ്ററിന്റെ പേരെന്താന്ന്? അവളുടെ പേര് തീർത്ത. ഞങ്ങളെ വീട്ടില് തക്കോന്ന് വിളിക്കും. എന്താ? അല്ല, നേരത്തെ തോന്നിയ ഫീലില്ലേ, അതിപ്പോ മാറി. എന്ത് ഫീല്? മുന്നേ പറഞ്ഞില്ലേ, റൂഡായിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അത് മാറിയെന്ന്. ഓ, അത് എന്താ? ഒന്നുമില്ല. യദുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാനും. ഓ, അപ്പൊ 4 പേരും കൂടി വീട്ടില് നല്ല രസമായിരിക്കും അല്ലേ? രസമൊക്കെയാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാഡം എങ്ങനെ ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റില്ല കേട്ടോ. എനിക്കിങ്ങനെ ശീലമായിടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, അപ്പൊ മാഡത്തിന്റെ പാരന്റ്സ് ഒക്കെ എവിടെയാ? അവരൊക്കെ പുറത്താ. പുറത്താണോ? അപ്പൊ അവരാരും മാഡത്തിനെ കാണാൻ വരാറില്ലേ? ഇല്ല. അവരാരും ഇപ്പോ വിളിക്കാറില്ല? ഇല്ല. അതെന്താ ആവോ, അറിയില്ല. അപ്പൊ വർഷങ്ങളായിട്ട് മാഡം ഇവിടെ തനിച്ചാണോ താമസിക്കുന്നത്? അതെ. ഓ, അപ്പൊ ഇതുവരെ ഒരു കൂട്ട് വേണം തോന്നിയിട്ടില്ലേ? ഉണ്ട്, ഒരുപാട് തവണ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നിട്ടെന്താ ആരെയും കൂടെ കൂട്ടാഞ്ഞേ? അത് നീ ടോപ്പിക്ക് വിട്. ഓക്കെ, മാഡം ഒക്കലെന്നാണെങ്കിൽ പറയണ്ട. നീ കഴിക്കേ. ഓക്കെ. ഹലോ, പറയടാ. നീ എന്തെടുക്കുക? എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നടാ, അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നീ ബിസിയാണോ? ബിസി ഒന്നുമല്ല, നീ പറഞ്ഞോ. എടാ, അത് ആ പുള്ളിക്കാരിയില്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിനക്കറിയോ? ഏത് പുള്ളിക്കാരി? എടാ, ഈ വീട്ടിലുള്ള പെണ്ണില്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിനക്കറിയോ? ബെസ്റ്റ്, നീ ഇത് എന്നോട് തന്നെ ചോദിക്കും. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കെങ്ങനെ അറിയാം? അറിയില്ലല്ലേ? അല്ല, നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എടാ, അത് കുറച്ച് മുന്നേ അവരോട് സംസാരിച്ചപ്പോഴേ അവർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ള പോലെ തോന്നി. നിനക്കറിയാൻ വല്ല വഴിയുണ്ടെന്ന് ഓർത്തിട്ടാ നിന്റെ അടുത്ത് ചോദിച്ചു. ബെസ്റ്റ്, നീ ആദ്യം പോയി നിന്റെ പ്രശ്നം തീർക്കാൻ നോക്ക്, എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ. എടാ, ഇതങ്ങനെയല്ല. അവർ വർഷങ്ങളായിട്ട് ഈ വീട്ടില് തനിച്ച താമസിക്കുന്നേ. അവരുടെ അച്ഛനോ അമ്മയോ ആരോ വിളിക്കാറോ കാണാറോ ഒന്നുമില്ല. അത് ചിലപ്പോ അവളുടെ കയ്യിലിരിപ്പിന്റെ ആയിരിക്കും. നീ ഒന്ന് പോയേ, ഇതങ്ങനെയൊന്നും അല്ല. എന്റെ പൊന്നു ഇതോ, നിനക്ക് വേറെ പണിയില്ലേ? കുറച്ചു മുന്നേ വരെ അവരുടെ കുറ്റമായിരുന്നു, ഇപ്പതേ അവരുടെ സെന്റിമെന്റ്സ്. എടാ, ഇതങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരോട് സംസാരിച്ചപ്പോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. മേ ബി എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യ്, അവരോട് നേരിട്ട് പോയി ചോദിക്ക്. അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ? എന്റെ പൊന്നേതു, നീ ഇങ്ങനെ 2 വർത്താനം പറയല്ലേ. നീ ആ കാര്യം വിട്, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ചുമ്മാ രാത്രി ഓരോന്നും പൊക്കിക്കൊണ്ട് വരേ. എടാ, മതി, നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കേ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ശരി.
ഏതു നീ ഷർട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഓ വേണ്ട മാഡം, ഞാനാണെങ്കിൽ കയ്യില് പൈസ ഒന്നും എടുത്തിട്ടില്ല. നിന്നോട് ഞാൻ പൈസ കൊടുക്കാൻ പറഞ്ഞോ? ഹാ, നീ എന്തെങ്കിലും നോക്ക്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ സെലക്ട് ചെയ്ത് തരാം. ഇത് കൊള്ളാം, നിനക്കിഷ്ടായോ? ആ കൊള്ളാലോ. എന്റെ ദൈവമേ, 4000 രൂപയോ? എനിക്കിത് വേണ്ട. അതിനിപ്പോ എന്താ, നീ അല്ലല്ലോ പൈസ കൊടുക്കുന്നേ, ഞാനല്ലേ. എന്താണെങ്കിലും എനിക്ക് വേണ്ട. 4000 രൂപയെ ആ പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ദയതു ചുമ്മാ ഷോ കാണിക്കല്ലേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് നീ ഡ്രസ്സ് എടുത്തോ. അല്ല എന്നാലും ചെല്ല്, പോയി ട്രയൽ ചെയ്തിട്ടോ. എന്ത് നോക്കി നിൽക്കുക, പോ. എനിക്കിപ്പോ എന്താ, എന്റെ പൈസ അല്ലല്ലോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പക്ഷെ കൈ കുറച്ച് ടൈറ്റ് ആണോന്നൊരു ഡൗട്ട്. ഏയ്, നിന്റെ തോന്നല, അത് കറക്റ്റാ. ആണോ? എന്നാ ഇതെടുക്കാം അല്ലേ? ഓക്കെ, എന്നാ ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. ചെല്ല്. എക്സ്ക്യൂസ് മീ, എന്റെ ഹെൽപ്പ് വേണോ? എന്തിന്? അല്ല, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. നോ താങ്ക്സ്. ആക്ച്വലി കുട്ടിക്ക് ഗ്രീൻ കളർ ഒന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? എന്റെ ഫേവറേറ്റ് കളറാണ്, കുട്ടിക്ക് നന്നായി ചേരും. തന്റെ പേരെന്താ? അതെ, എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണമായിരുന്നു. ശല്യം ചെയ്യാതെ ഒന്ന് പോവാമോ? അയ്യോ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. ഞാൻ കുട്ടിയെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് എൻ്റെ മുറപ്പണ് മീനാക്ഷിയർ. അവളെന്നെ വിട്ടുപോയിട്ട് 4 വർഷമായി. ഞാൻ ആ വിഷമത്തിൽ നിന്ന് കരകയറി വരുന്നേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ നമ്പർ എന്തരൂ? എന്റെ നമ്പർ മതിയോ ചേട്ടാ? ഇതേതായി മാങ്ങാട്ടത്തില്ലേ? ചേട്ടൻ ചോദിച്ച കേട്ടില്ലേ, നമ്പർ എന്റെ മതിയോന്ന്. നീ ഏതാണോ കൊച്ചേർക്ക? ഞാൻ എൻ്റെ ഭാവി ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന നിനക്ക് എന്താ കണ്ണി പിടിക്കുന്നില്ലേ? ഭാവി ഭാര്യയോ? അതൊക്കെ എപ്പോ? ആ, ഇപ്പൊ തൊട്ട്. എന്താ? ആഹാ, അതിന് ഭർത്താവായ എന്റെ സമ്മതം വേണ്ടേ? ഭർത്താവോ? കുട്ടിയുടെ ഭർത്താവായിരുന്നു ഇത്? അല്ല, കുട്ടിക്ക് കുട്ടികളുണ്ടോ? അല്ല, എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ നിലക്കാലുമില്ല. ചേട്ടനി പോവാ നോക്ക്. ഓക്കെ, ഞാൻ പൊയ്ക്കോളാം. അല്ല, ബൈ ദ വേ, കുട്ടിക്ക് ചേച്ചി അനിയത്തി ആരെങ്കിലും? ഒരാങ്ങളെയുണ്ട്. എന്തേ, ആലോചിക്കട്ടെ? ഏയ്, കുഴപ്പമില്ല, വേണ്ട. എന്നാ ചേട്ടൻ വിട്ടോ. പോകുക, ബൈ, കാണാം. മോനെ, ഈ അനാർക്കലി സെക്ഷൻ എവിടെയാ? നേരെ പോയിട്ട് ലെഫ്റ്റ്. ആ, നന്ദിയുണ്ടേ. വാണ്ടിത്തലേ. കഴിഞ്ഞോ മാഡം? കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ? പോവാൻ വരട്ടെ, അതിനു മുന്നേ നീ എപ്പോഴാ എന്റെ ഭർത്താവായത്? അതാ വായി നോക്കിയുടെ കയ്യിൽ നിന്ന് മാഡത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഓഹോ, എന്നാ പിന്നെ ബ്രദറാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതെന്റെ വായിന്ന് പെട്ടെന്ന് അങ്ങനെ വന്നേ. ഇതാ പറയുന്നേ, ഇന്നത്തെ കാലത്ത് ആരെ സഹായിക്കരുതെന്ന്. മാഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയി പറഞ്ഞേക്കാം, ചുമ്മാ പറഞ്ഞാണെന്ന്. ഓക്കെ, എന്നാ ചെന്ന് പറഞ്ഞേക്ക്. ആ, പറയാം. എന്തേ പറയുന്നില്ലേ? അത് അയാളിപ്പോ പോയി കാണും. ബാ, ബെല്ലിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എണീറ്റോ? ഇതെന്താ കയ്യില്? ഇത് ഞാനിവിടെ ചുമ്മാ നിൽക്കുന്നുണ്ടപ്പോ പറിച്ചെടുത്ത. ഇന്നാ. ഇതെനിക്കാണോ?
ഇഷ്ടായോ? ഹാ, കൊള്ളാം. ഇഷ്ടായെങ്കിൽ എന്നെ നോക്കിയൊന്ന് ചിരിച്ചാലെന്താ? എന്താ? അല്ല, ഫ്ലവർ ഇഷ്ടായെങ്കിൽ എന്നെ നോക്കിയൊന്ന് ചിരിച്ചാലെന്താ? ആ, ഞാൻ ചിരിച്ചല്ലോ. അതെനിക്കും കൂടി തോന്നണ്ടേ? അതെ, നമ്മുടെ ഉള്ളിലെ ഈ ദൈവത്തിന്റെ പ്രസാദാണ് ഈ മുഖത്ത് തെളിയുന്ന ഈ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ പ്രസാദാണ് നമ്മൾ ചിരിക്കുമ്പോൾ വേസ്റ്റ് ആയി പോകുന്നത്. സോ മാഡത്തിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കുറപ്പാ മാഡം ചിരിച്ചാലായിരിക്കും കൂടുതൽ സുന്ദരി. അതെന്താ? ഞാനിപ്പോ സുന്ദരിയല്ലേ? സുന്ദരിയാണ്, പക്ഷേ ചിരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സുന്ദരിയായിരിക്കും. നീ എന്നെ ഫ്ലേർട്ട് ചെയ്യുവാണോ? ഏയ്, ഒരിക്കലുമില്ല. ഞാനെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തോ കരിഞ്ഞ മണം മണ്ണില്. എൻ്റെ കറി പടിക്ക് പിടിച്ചു കാണും. ഞാൻ വേഗം പോയി ഓഫ് ചെയ്യട്ടെ. ഹാ, പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ദൈവത്തിന്റെ പ്രസാദം. അതെ, നമ്മുടെ ഉള്ളിലെ ഈ ദൈവത്തിന്റെ പ്രസാദാണ് ഈ മുഖത്ത് തെളിയുന്ന ഈ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ പ്രസാദാണ് നമ്മൾ ചിരിക്കുമ്പോൾ വേസ്റ്റ് ആയി പോകുന്നത്. സോ മാഡത്തിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കുറപ്പാ മാഡം ചിരിച്ചാലായിരിക്കും കൂടുതൽ സുന്ദരി. ഞാൻ എന്തേ കാണിക്കുന്നത്? ആ, എണീറ്റോ? കാണാത്തോണ്ട് ഞാൻ വിളിക്കാൻ വരാൻ തുടങ്ങുമായിരുന്നു. അത് ഇന്നലെ നല്ല തലവേദനയായിരുന്നു. കിടന്നപ്പോൾ ലേറ്റായി, അതാ. തലവേദനയോ? എന്നിട്ടെന്താ പറയാഞ്ഞേ? അത് വിഷയമില്ല, ടാബ്ലറ്റ് ഉണ്ട്, കഴിച്ചു, മാറി. ഓ, എന്നാ ഈ കോഫി കുടിക്കേ. ഇതെന്താ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ? എന്താ സ്പെഷ്യല്? ഉണ്ടല്ലേ, ഇന്ന് എന്റെ സ്പെഷ്യൽ കറിയാ. അമ്മേ, അയ്യോ. എന്താ നോക്കുന്നേ? ഈ ചിരി കൊണ്ട് നോക്കിയതാ. അപ്പൊ ഇങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയായിരുന്നല്ലേ? എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ കാര്യം കറക്റ്റായി. ചിരിച്ചപ്പോഴാ ഒന്നുകൂടെ സുന്ദരിയായത്. ഏതോ നീ എന്നെ ശരിക്കും ഫ്ലേർട്ട് ചെയ്യല്ലേ? കണ്ട, ഇതാ പ്രശ്നം. സത്യം പറഞ്ഞല്ലെങ്കിലും മാഡത്തിന് അത് ഫ്ലേർട്ടിംഗ് ആയിട്ടേ തോന്നൂ. ശരി ശരി. പിന്നെ ഇന്നലെ രാത്രി മാഡം എൻ്റെ റൂമിൽ വന്നായിരുന്നോ? ഇല്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ലല്ലേ? വേറൊന്നുമല്ല, ഇന്നലെ രാത്രി ആരും എൻ്റെ റൂമിൽ വന്ന പോലെ തോന്നി, അതാ ചോദിച്ചേ. അത് നിനക്ക് തോന്നിയതാവും. നിന്റെ റൂമിലേക്ക് ഇപ്പം ആര് വരാനാ? മേ ബി തോന്നലായിരിക്കും. ഏതു, നിനക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? എന്ത് ചോദ്യം മാഡം അത്? ട്രിപ്പ് പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പോകാൻ ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ നമുക്കൊരുമിച്ച് പോയാലോ? ഹാ, കാര്യമായിട്ട് പറഞ്ഞാണോ? കുറേ ആയി ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു മടി. ഇപ്പോഴാണെങ്കിൽ നീ ഉണ്ടല്ലോ കൂടെ. അങ്ങനെയാണേ നമുക്കൊരുമിച്ച് പോയിട്ട് വന്നാലോ? ഞാൻ റെഡിയാ.
എങ്കിൽ പിന്നെ നാളെ അങ്ങ് പോയാലോ? അതിനെന്താ, പോയേക്കാം. ഒരു മഴை തുളി என்னை நனைக்குதே பெண்ணே, சிறகுகள் யார் கொடுத்தது, நெஞ்சம் பறக்குதே முன்னே, உன் விழிகளிலே நான் வாழ்கிறேன் பெண்ணே, உன் கனவுகளாய் நான் மாறினேன் பெண்ணே. ஓ ஓ ஓ கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசிவிடு என்று என் விழிகள் ஐயோ என்ன திட்டு. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீர் சொட்டு. என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே, உன்னாலே நூலில்லா கண்ணாடியானேனே. அடி பெண்ணே, அடி பெண்ணே, நான் விழுந்தால் உன் பாதம் சேர்வேனே, உன் விழிகளிலே நான் வாழ்கிறேன் பெண்ணே, உன் கனவுகளாய் நான் மாறினேன் பெண்ணே. നിനക്ക് ട്രിപ്പ് പോയത് ഇഷ്ടമായിരുന്നോ? ഓ, ഒരുപാട് ഇഷ്ടമായല്ലോ. സത്യം പറഞ്ഞ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് ട്രിപ്പ് പോകുന്നേ. നീ നാട്ടിൽ വെച്ചപ്പോ ഇങ്ങനെയൊന്നും പോവാറില്ലേ? എവിടെന്ന് പോണോന്നൊക്കെ എന്നും ചിന്തിക്കും. പക്ഷെ ജോലി തിരക്കും വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പോകാനുള്ള മൂടങ്ങ് പോവും. അതിനു മാത്രം നിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? പൈസ അതെനിക്കില്ലാത്തതാ മാഡം എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് അത്രയ്ക്കും വലിയ ഇഷ്യൂ ആണോ? തീർച്ചയായും പൈസ ഇല്ലാതെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മാഡം. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞ മണി വേണം. പൈസ എവിടെയുണ്ടോ അവിടെ സന്തോഷം ഉണ്ടാവും. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ എന്നാണോ? അതെ. ഓ, അപ്പോ എനിക്ക് എന്തുകൊണ്ടാ ഈ സന്തോഷം കിട്ടാത്തെ? മാഡം ഈ ലൈഫിൽ ഹാപ്പി അല്ലേ? നിനക്കെന്നെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് തോന്നിയോ? അതില്ല, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. ഇഷ്ടായില്ലെങ്കിലോ എന്നോർത്താ ചോദിക്കാഞ്ഞ്. ഏതോ പണം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതാണോ നീ ഈ പറയുന്ന സന്തോഷം? നിനക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ആദ്യം നിന്റെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? അത് എൻ്റെ ഫാമിലി. നീ ഒന്ന് കരഞ്ഞാലും ചിരിച്ചാലും നിന്നെ കൂടെ ചേർത്ത് പിടിക്കുന്നത് അവരായിരിക്കില്ലേ? എല്ലാ ദിവസവും അവർ നിന്നെ വിളിക്കാറില്ലേ? നിന്റെ വിശേഷങ്ങൾ ചോദിക്കാറില്ലേ? ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാനൊന്ന് കരഞ്ഞാൽ തന്നെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ കെയർ ചെയ്യാത്തതെന്ന്. അവരെനിക്ക് എല്ലാം തന്നു, സ്നേഹം ഒഴിച്ച്. ഈ കാണുന്ന വീടും പൈസയും എല്ലാം അവരുടെയാ. എൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. ആ കാര്യത്തിൽ നീ ഭയങ്കര ലക്കിയാട്ടോ. നിനക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഒരുപാട് പേരില്ലേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരുമാതിരി കുറ്റബോധം അടിക്കും. എന്താ? അതില്ലേ, അത് ഞാൻ ശരിക്കും ഷെഫൊന്നുമല്ല. എന്താ? അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാഡത്തിനോട് ഞാൻ ഷെഫാന്ന് കള്ളം പറയേണ്ടി വന്നു. മനഃപൂർവ്വമല്ല, എൻ്റെ അവസ്ഥ കൊണ്ടാ. അയ്യോ, കുഴപ്പമായ സത്യമായിട്ടും എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. അപ്പം ഇത്രയും നാളും നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല. എങ്ങനെയല്ല? കേക്കട്ടെ.
മോൻ വേറെ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട്? അയ്യോ, സത്യമായിട്ടും ഞാനിത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശ്വസിക്കാമോ? തീർച്ചയായും. പിന്നെ ഈ ഒറ്റയ്ക്കാണെന്നുള്ള ഈ തോന്നല് ഇനി വേണ്ട കേട്ടോ. അല്ല, ലൈഫിൽ ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ല എന്നുള്ളൊരു തോന്നല് ഇനി വേണ്ട. ഞാനുണ്ട് കൂടെ. ഓ, എന്തൊരു മഴ ഇത്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നോ? എന്തിനാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? അവിടെ ആകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ടാവും. അതിന് അവർക്കെന്നെ ഇഷ്ടാവോ? പിന്നെ ഉറപ്പായും. ഏതോ ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളോ? അത് ഞാൻ എടുത്തോണ്ട് വരാം. മാഡം ഇവിടെ ഇരുന്നോ? ഏയ്, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. മാഡം, മാഡം. അയ്യോ മാഡം, മാഡം എന്താ പറ്റിയത്? ഈശ്വര, മൂക്കിന്ന് ബ്ലഡൊക്കെ വരുന്നല്ലോ. ഒന്നുമില്ല കേട്ടോ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം. മിസ് സാക്ഷിയുടെ ബൈസ്റ്റാൻഡർ ആരാ? ഞാനോ? തന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ. ആ, ഏതോ കയറി വാ. ഡോക്ടർ, സാക്ഷിക്ക് എന്താ പറ്റിയേ? ഇപ്പം എങ്ങനെയുണ്ട്? ഏയ്, താൻ ആദ്യം ഒന്ന് കൂളായിട്ടിരിക്കുക, ഞാൻ പറയാം. ആക്ച്വലി സാക്ഷിനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സാക്ഷിയുടെ പപ്പ. യദുവിനെ പറ്റി സാക്ഷി എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, സാക്ഷി? ഞാൻ പറയാം. കാര്യം കുറച്ച് സീരിയസ് ആണ്. ഷീ ഹാസ് എ ബ്രെയിൻ ട്യൂമർ. എന്ത്? ഒരു 6 years ആയിട്ട് സാക്ഷിക്ക് ഈ സിൻഡ്രോം ഉണ്ട്. 3 മാസം മുന്നേ കടുത്ത തലവേദനയായിട്ട് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. എനിക്ക് ഡൗട്ട് തോന്നി MRI എടുത്തപ്പോഴാണ് സാക്ഷിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിലായത്. ഡോക്ടർ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറില്ലേ? സാക്ഷിയുടെ കേസിൽ ചാൻസസ് വളരെ കുറവാടോ. ഷീസ് ഇൻ ലാസ്റ്റ് സ്റ്റേജ്. പിന്നെ അവളുടെ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഈ വീക്ക് തന്നെ സർജറി വേണ്ടി വരും. ഞാൻ അവളുടെ പാരൻസിനെ അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ, എന്തെങ്കിലും ചെയ്തു ആ പാവത്തിന് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? താൻ വിഷമിക്കാതിരിക്കെ, നമുക്ക് നോക്കാം. ഞാനെൻ്റെ ബെസ്റ്റ് കൊടുക്കും. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. താൻ നന്നായി പ്രാർത്ഥിക്കുക. എനിക്ക് മാഡത്തിനൊന്ന് കാണാൻ പറ്റുമോ? അതിനിപ്പോൾ എന്താ, താൻ പോയി കണ്ടോളൂ. ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെയാണ്. എഴുതു വന്നില്ലേ? ഇല്ല, ആളെ ഞാൻ കണ്ടിരുന്നു. മോളെങ്കിൽ റെസ്റ്റ് എടുക്കുക. ആൻറ്റി, എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പുണ്ടോ? എനിക്കിപ്പോഴേ മരിക്കണ്ട. ഇന്നേ വരെ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിക്കാത്ത ഒരുതരം സന്തോഷമാണ് അവൻ വന്ന ശേഷം ഞാൻ ഫീൽ ചെയ്യുന്നത്. ഇനി ഒരുപാട് നാൾ ആ സന്തോഷം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക.
ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് കാലം എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്, അവൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ട്, അവനോട് സംസാരിക്കണമെന്നുണ്ട്. സാക്ഷി, നിനക്കവനെ ഇഷ്ടമാണോ? ആണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ വേണ്ട, ചില ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ഏറ്റവും നല്ലത്. ഞാൻ കാരണം അവൻ ഒരിക്കലും വിഷമിക്കരുത്. സാക്ഷി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ. നിൻ്റെ ബോഡിക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് റെസ്റ്റാണ്. നീ കൂടുതൽ സ്ട്രെസ് എടുക്കല്ലേ. ഈ സമയത്ത് നീ ഇങ്ങനെ ഡൗൺ ആയിട്ടിരുന്നാൽ അത് നിൻ്റെ ഹെൽത്തിനെ ബാധിക്കുള്ളൂ. എൻ്റെ മോള് നോക്കിയായിട്ടിരിക്കേ. ശരി, എന്നാൽ മോൾ റെസ്റ്റ് എടുക്കുക. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പം എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ. ആ, മാഡം ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. എൻ്റെ അടുത്ത് കുറച്ചേരം ഇരിക്കാമോ? സർജറിക്ക് വേണ്ടി എൻ്റെ മുടിയെല്ലാം മുറിച്ച് കളയേണ്ടി വരില്ലേ? അതിനിപ്പോൾ എന്താ, മുടിയല്ലേ, അത് വളർന്നോളൂ. ഞാൻ മരിച്ചു പോയാ നീ എന്നെ മിസ് ചെയ്യോ? എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ഉറപ്പാ, മാഡത്തിനൊന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? ആ, ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ചെയ്തു. താങ്ക്സോ? അതെന്തിനാ? എൻ്റെ ലൈഫിലേക്ക് വന്നതിന്, എന്നോട് സംസാരിച്ചതിന്, എന്നെ കേട്ടിരുന്നതിന്, എനിക്ക് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന്, അങ്ങനെ എല്ലാറ്റിനും ഒരുപാട് നന്ദി. എൻ്റെ അവസാന ശ്വാസം വരെ നിന്നെ ഞാൻ മറക്കില്ല. അത്രയ്ക്കും പ്രിയപ്പെട്ടതാ നീ എനിക്ക്. എൻ്റെ സാക്ഷിക്ക് ഒന്നും സംഭവിക്കില്ല. നീ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുപാട് കാലം ജീവിക്കണ്ടേ, ഒരുപാട് സംസാരിക്കണ്ടേ, ഒരുപാട് ലോകം കാണണ്ടേ. അപ്പം എൻ്റെ സാക്ഷി വിഷമിക്കരുത്, എല്ലാം ശരിയാവും. ഞാനുണ്ട് കൂടെ. ഹലോ, ആ അമ്മ. അത് ഞാൻ വാങ്ങിയേക്കാം. ഒരു ½ ആൻ അവർ അതിനുള്ളിലെത്തും. ഓക്കെ. ഏട്ടൻ്റെ കാര്യം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. എടി, ആ ചേച്ചി തിരിച്ചു വന്നോ? നിൻ്റെ ഏട്ടനിപ്പോൾ അത് മേടിച്ചോ? എന്നിട്ട് എൻ്റെ എവിടെ? അത് ഇന്നാ. സാക്ഷി, സാക്ഷി നിക്ക്.